ഇവിടെ ഇവൻ മരിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവന്റെ സ്കൂളിന്റെ റൂഫിൽ വെച്ച് അവൻ കണ്ണു തുറക്കുന്നു. താൻ സ്കൂളിന്റെ റൂഫിൽ കിടന്ന് ഉറങ്ങിപ്പോയതാണെന്നും അതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയെന്നും വിചാരിച്ച് അവൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് ഓടി വരുന്നു. പക്ഷെ അവിടെ അവന്റെ ഒപ്പം പഠിച്ചിരുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ഷോക്കായി നിൽക്കുമ്പോൾ ക്ലാസ്സിലേക്ക് ഒരു അധ്യാപകൻ കയറി വരുന്നു. അവൻ പഴയ യൂണിഫോം ധരിച്ചിരിക്കുന്നത് കണ്ട് ഉടനെ അവനെ അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഷോക്കായവൻ സ്കൂളിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോഴാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ വർഷം 2017 ആണെന്ന് അറിയുന്നത്. 2005 ആ സ്കൂളിൽ പഠിച്ചിരുന്ന അവൻ താൻ 12 വർഷത്തോളം ഉറക്കത്തിലായിരുന്നോ എന്ന് വിചാരിച്ച് ഷോക്കാവുന്നു. ഉടനെ തന്നെ അവൻ തന്റെ വീട്ടിലേക്ക് ഓടി വരുന്നു. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ മറ്റൊരു ഫാമിലിയുടെ ഫോട്ടോ ഇരിക്കുന്നത് കണ്ടവൻ കൂടുതൽ കൺഫ്യൂസ് ആവുന്നു. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ വീടിന്റെ ഇപ്പോഴത്തെ ഓണർ അവനെ കള്ളനാണെന്ന് വിചാരിക്കുന്നു. അവൻ കാര്യം പറയാൻ ശ്രമിക്കുമെങ്കിലും അയാൾ അത് വിശ്വസിക്കാതെ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. പാനിക്കായവൻ അയാളെ തള്ളിയതും അയാൾ ദൂരേക്ക് തെറിച്ചു വീഴുന്നു. തന്റെ ശക്തി കണ്ട് അവൻ തന്നെ ഷോക്കാവുന്നു. അവൻ അയാളോട് ക്ഷമ പറഞ്ഞ് അയാളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി അയാൾ അവനെ അടിച്ചിടുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അവന്റെ ഐഡന്റിറ്റി ചെക്ക് ചെയ്ത പോലീസ് അവൻ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയതാണെന്ന് അറിഞ്ഞ് ഷോക്കാവുന്നു.